الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ألم نجعل له عينين ولسانا وشفتين وهديناه النجدين സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ലോകം പഠിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വളരെ ശ്രദ്ധയോടെ കണിശതയോടെ പുലർത്തണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ഉണർത്തുകയാണ്, ആത്മാർത്ഥമായി വസിയ്യത്ത് ചെയ്യുകയാണ്. കരുണാവാരിധിയായ അള്ളാഹു അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യൻ സ്വതന്ത്രനായിട്ടാണ് ഈ ഭൂമുഖത്തേക്ക് പിറന്നു വീണിട്ടുള്ളത്. അവൻ്റെ ജീവിത മേഖല മുഴുവനും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാനുള്ള അവകാശം നൽകിക്കൊണ്ട് തന്നെയാണ് പടച്ച തമ്പുരാൻ അവനെ പറഞ്ഞയച്ചിട്ടുള്ളത്. അത് അവൻ്റെ ജീവവായു പോലെ, അവൻ്റെ ഭക്ഷണം പോലെ അവൻ അനുഭവിക്കുവാനുള്ളതാണ്, അവൻ്റെ മരണം വരേക്കും. അത് വകവച്ച് തന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നിഷേധിക്കുന്ന ഒരു പ്രവണതയെയും അംഗീകരിക്കുന്നില്ല എന്നതാണ്. ഒരു മനുഷ്യന് ലഭിക്കേണ്ട സ്വാതന്ത്ര്യത്തെ ആരെങ്കിലും അതില്ലാതെയാക്കുന്നുവെങ്കിൽ അവൻ കടുത്ത അക്രമമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. നമ്മുടെ നാട് ഒരു സ്വാതന്ത്ര്യ ദിനം കൂടി ആചരിക്കുന്ന വേളയിലാണ് നമ്മളുള്ളത്. നമ്മുടെ രാജ്യം അതിൻ്റെ സ്വാതന്ത്ര്യം
നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് 10-50 വർഷത്തോളം ഇങ്ങോട്ട്. ഈ സന്ദർഭത്തിൽ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മെ ഉരാക്കുടുക്കിലിട്ട് നമ്മെ പ്രതിസന്ധികളിലേക്ക് കൊണ്ടുവിട്ട് നമ്മുടെ ജീവിതത്തിന് പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കി അതിൽ നിന്നൊക്കെ മോചനം വാങ്ങിത്തന്നിട്ടുള്ള നമ്മുടെ പൂർവികന്മാർ, അവരെ ഓർക്കുക എന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വളരെ പാടുപെട്ട് പണിയെടുത്ത പൂർവികന്മാരുടെ കൂട്ടത്തിൽ നമ്മുടെ വിശ്വാസി തലമുറകൾ അല്ലെങ്കിൽ വിശ്വാസികളായിട്ടുള്ള ആളുകളും വളരെ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് എന്നത് നാം അഭിമാനത്തോടെ കാണേണ്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിൻ്റെ മുന്നോട്ടു പോക്കിനെ, ഈ രാജ്യത്തിൻ്റെ ഏതൊരു അവസ്ഥയെയും അഭിമാനത്തോടെ കാണുകയും അതിനുവേണ്ടി ഏതറ്റം വരെയും മുമ്പോട്ടു പോകാൻ ബാധ്യതപ്പെട്ടവരുമാണ് അതിൻ്റെ പിന്മുറക്കാരായ നമ്മൾ എന്ന ചിന്ത നമ്മളിൽ ഉണ്ടാവണം. ഇതിൽ പിന്തിറഞ്ഞ ആളുകൾ അല്ലെങ്കിൽ ഇതിനെ അത്ര ഗൗരവത്തോടെ കാണാത്ത ആളുകളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കുമ്പോഴും വളരെ ബോധപൂർവം മുസ്ലിം ജനവിഭാഗത്തെ, അവരുടെയൊക്കെ പ്രയത്നത്തെ, പരിശ്രമത്തെ ചരിത്രത്തിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ടിരിക്കുന്ന ദുസൂചനകൾ യഥാർത്ഥത്തിൽ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു സത്യത്തെ മൂടിക്കെട്ടാനാവില്ല എന്നതും നമുക്കൊക്കെ ബോധ്യമുള്ളത് തന്നെയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ട, മനുഷ്യന് ലഭ്യമാവേണ്ട സ്വാതന്ത്ര്യത്തെ അത് ആര് തന്നെ നമുക്ക് നൽകിയാലും, ആര് തന്നെ അതിന് പിന്നിൽ പണിയെടുത്താലും അതേറ്റവും മഹോന്നതമായ ഒരു പ്രവൃത്തിയാണ് എന്നത് അഭിമാനത്തോടെ കാണുകയും കേൾക്കുകയും അതിൽ ഏറെ സന്തോഷം കൊള്ളുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ എന്നതുകൊണ്ട് തന്നെ നാം അഭിമാനത്തോടെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ ഉൾക്കൊള്ളുകയും സന്തോഷപൂർവ്വം അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. അൽഹംദുലില്ലാ, ഇത്ര വർഷമായി ആ സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കുവാനുള്ള സൗഭാഗ്യം ലഭിച്ചിട്ടുള്ള ആളുകൾ എന്ന നിലക്ക് ഇപ്പോൾ ചില അസ്വാരസ്യങ്ങളൊക്കെ അത് മുഖേന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ലഭ്യമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് മേൽ കരിനിഴൽ വീഴുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷങ്ങളൊക്കെ പലതായും പതുക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇല്ല, നമുക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല. നമ്മുടെ ജീവവായു പോലെ നമ്മുടെ രാജ്യത്തെ ഓരോ പൗരനും സ്വാതന്ത്ര്യമായി തന്നെ ഇവിടെ ജീവിക്കണമെന്ന് അങ്ങേയറ്റത്തെ പ്രതീക്ഷയോടെ പ്രവർത്തിക്കേണ്ടവരും മുമ്പോട്ട് പോകേണ്ടവരുമാണ് നമ്മളെന്ന പ്രതിജ്ഞയാണ് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ ഏറ്റെടുക്കേണ്ടതും. സർവശക്തനായ അള്ളാഹുവോട് ആ സ്വാതന്ത്ര്യം നമുക്ക് മുമ്പേ വാങ്ങിത്തന്നവർക്കും ഇന്ന് നമ്മൾ അനുഭവിക്കുമ്പോഴും നാളെ നമ്മുടെ തലമുറക്ക് ഇത് സമാധാനത്തോടെ അവർ ഈ സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖിനായി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ബാധ്യത ഒരു മുസ്ലിം എന്ന നിലക്ക് നമുക്കുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹുമ്മ ജഅൽ ഹാദാ ബലദൻ ആമിന, പടച്ചവനെ ഈ നാടിനെ നീ സ്വാതന്ത്ര്യമുള്ള, സമാധാനമുള്ള, സ്വസ്ഥതയുള്ള നാടാക്കി മാറ്റണമേ എന്ന പ്രാർത്ഥന നമ്മുടെ ഭാഗത്ത് നിന്ന് നിരന്തരം ഉണ്ടാവേണ്ടതുണ്ട് എന്നതാണ്. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം, ഒരു മുസ്ലിം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സ്വാതന്ത്ര്യം, അത് ഇന്ന് ഓരോ പൗരനും ലഭ്യമാകുന്നുണ്ടോ എന്നത് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമ്മളൊക്കെ ആലോചിക്കേണ്ട ഒന്നാണ്. ഒരു മനുഷ്യൻ അവൻ പിറവി കൊള്ളുന്നത് മുതൽ മരണം വരെ
അവന് ഇവരുടെ ഈ കാലത്തെ ഈ ലോകത്തെ ജീവിതം അവസാനിച്ച് മതിയാക്കി പോകുമ്പോൾ ഇനി അങ്ങോട്ടുള്ളൊരു ജീവിതക്രമത്തിനും അവന് സ്വസ്ഥതയും ശാന്തതയും സമാധാനവും ലഭിക്കേണ്ടുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകാൻ പറ്റിയ സ്വാതന്ത്ര്യം ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ടത് അനിവാര്യമാണ്. അത് യഥാർത്ഥത്തിൽ ലഭ്യമാകുന്നുണ്ടോ എന്ന പരിശോധന ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മുടെയൊക്കെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഓതി വെച്ച ആയത്ത് അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. ഖുർആന്റെ ഒരു പ്രഖ്യാപനമാണ്. മനുഷ്യ, നിനക്ക് രണ്ട് കണ്ണ് തന്നിട്ടില്ലേ? അലം നജ്അൽ ലഹു ഐനൈൻ, തുറന്ന് കാണാൻ, എല്ലാം കണ്ട് മനസ്സിലാക്കാൻ, ഉൾക്കാഴ്ചയോടെ നീ നിന്റെ ജീവിതത്തെ പഠിച്ച് മുന്നേറാൻ, നിനക്ക് ഏത് തരത്തിൽ മുന്നോട്ട് പോകണമെന്ന് നിന്റെ സ്വാതന്ത്ര്യം നിനക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പാകത്തോളമുള്ള കാഴ്ച നിനക്ക് നൽകിയിട്ടില്ലയോ എന്നത് ഖുർആന്റെ ചോദ്യമാണത്. അങ്ങനെ ഓരോ അവയവത്തെക്കുറിച്ചും നമുക്ക് പഠിക്കാവുന്നതാണ്. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ, ചുണ്ടും നാവും സംസാരിക്കാനുള്ള കഴിവും ഒക്കെ. മാത്രമല്ല വഹദൈനാഹു നജ്ദൈൻ, രണ്ട് വഴി നിനക്ക് ഞാൻ കാണിച്ചു തന്നിട്ടില്ലയോ എന്നത്. മനുഷ്യന് രണ്ട് വഴിയും കാണിച്ചു തന്ന് കണ്ണും കാതും തുറന്നിട്ട് ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും ഉൾക്കാഴ്ചയോടെ കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും, എന്നിട്ട് ഏത് വഴിയിലൂടെ സഞ്ചരിക്കണം, ഏത് വഴിയിലൂടെ സഞ്ചരിച്ചാലാണ് ഞാൻ സ്വതന്ത്രനാവുന്നത്, എൻ്റെ വിശ്വാസത്തിൽ, എൻ്റെ കർമ്മത്തിൽ, എൻ്റെ ജീവിത ക്രമത്തിലൊക്കെയും ഞാൻ സ്വതന്ത്രനാകുന്നത്, എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ എനിക്ക് ധൈര്യമായി പടച്ച തമ്പുരാനെ ഇതൊക്കെ കണ്ടും അറിഞ്ഞും മനസ്സിലാക്കിയും തന്നെയാണ് ഞാൻ ഈ ദുനിയാവിൽ ജീവിച്ചതും ഇപ്പോൾ നിന്റെ അടുക്കിലേക്ക് വന്നെത്തിയിട്ടുള്ളതും എന്ന് പറയാൻ പാകത്തോളമുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കാനുള്ള എല്ലാം നിനക്ക് ഞാൻ തന്നിട്ടില്ല മനുഷ്യ എന്ന പടച്ച തമ്പുരാന്റെ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം നൽകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നതാണ്. യഥാർത്ഥത്തിൽ ഇന്ന് മനുഷ്യൻ പലതിൻ്റെയും അടിമകളാണ്. പലതിൻ്റെയും അടിമകളായാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അവൻ്റെ വിശ്വാസത്തിൽ തന്നെ അവൻ അടിമത്തം അവൻ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു പടച്ചവൻ അവിടെയുണ്ട്. ആ പടച്ച തമ്പുരാന്റെ കഴിവിനാലും ആ പടച്ച തമ്പുരാന്റെ ക്രമപ്രവർത്തനത്തിലാലുമാണ് ഈ പ്രപഞ്ചത്തിന്റെ ഓരോ ക്രമങ്ങളും താളം തെറ്റാതെ അത് നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവൻ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷെ ആ പടച്ച തമ്പുരാനെ കാണുന്നതിനും മനസ്സിലാക്കുന്നതിനും നമുക്ക് എവിടെയൊക്കെയോ ആരൊക്കെയോ നമ്മെ തടയിട്ടുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ അതാണ്. യഥാർത്ഥ പടച്ചവനെ കണ്ടുമുട്ടാൻ, യഥാർത്ഥ പടച്ച തമ്പുരാനെ മനസ്സിലാക്കാൻ കഴിയാത്ത വിധം നമ്മൾ ആരുടെയൊക്കെയോ അടിമകളായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് ഗൗരവമാണ്, ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയവുമാണ്. പക്ഷെ മനുഷ്യൻ അതിൽ നിന്ന് മോചിതനാവാൻ ശ്രമിക്കുന്നുണ്ടോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, മനുഷ്യൻ ധനത്തിന്റെ, പണത്തിന്റെ, ആധിപത്യങ്ങളുടെ, ഭരണത്തിന്റെ, ഇതിൻ്റെയൊക്കെ അടിമകളായി, അധികാരത്തിന്റെ ഒക്കെ അടിമകളായി മനുഷ്യൻ മാറുന്നു. സ്വാതന്ത്ര്യം കിട്ടാതെ പോകുന്നു മനുഷ്യന്. ധനം എന്നത് അവനെ കീഴടക്കിയിരിക്കുന്നു എന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെയും. ഒരു മനുഷ്യനെ അവനെ മുച്ചൂടും നശിപ്പിക്കുന്നത് അവൻ ധനത്തെ അവൻ്റെ നേതാവാക്കിയോ അല്ലെങ്കിൽ ധനത്തിൻ്റെ കീഴിൽ അവൻ അടിമയായോ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ദുരനുഭവം കൊണ്ടാണ്. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്, അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ. മനുഷ്യൻ പണം എണ്ണിക്കണക്കാക്കി അതങ്ങനെ ഒരു വലിയ സമ്പത്തായി അവൻ എപ്പോഴും സുരക്ഷിതമായി കൊണ്ടുപോകുമെന്ന ധാരണയിൽ അവൻ ആ പണത്തിന്റെ അടിയിൽ അവൻ അങ്ങനെ കിടന്നുറങ്ങുകയാണ്. അതാ മനുഷ്യൻ. മാത്രമല്ല യഹ്സബു അന്ന മാലഹു അഖ്ലദ, ഈ പണം അവന് ശാശ്വതത്വം നൽകും, സുരക്ഷിതത്വം നൽകും, അവൻ എല്ലാ നിലക്കും പ്രൊട്ടക്ഷൻ നൽകുമെന്നാണ് അവന്റെ വിചാരം. കല്ല ലയുംബദന്ന ഫിൽ ഹുതമ, വേണ്ട, അപകടം ചെയ്യും നിനക്ക് എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ്. മനുഷ്യൻ തന്റെ സിട്ടാവിനോട് നന്ദി കെട്ടവനാണ്. അവന്റെ പ്രവർത്തനങ്ങളൊക്കെ അതിന് സാക്ഷിയാണ്. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. പണത്തോട് വല്ലാത്ത ആർത്തിയാണ്. അതാണ് അതിന്റെ പ്രശ്നം. നോക്കൂ നിങ്ങൾ, ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ, ഒരു മനുഷ്യന്റെ ഇച്ഛാശക്തിയെ, ഒരു മനുഷ്യന്റെ ഇസ്സത്തിനെ, ഒരു മനുഷ്യന്റെ വിശ്വാസത്തെ പോലും
പലപ്പോഴായി അവനെ തകർത്ത് കളയുന്നത് പണത്തിൻ്റെ മുകളിലല്ല. പണത്തിൻ്റെ മുകളിലാണ് അവൻ്റെ ജീവിതം. പണമാണ് അവനെ കീഴടക്കിയിരിക്കുന്നത് എന്നതാണ്. ഇതിൽ നിന്നൊരു മോചനം ഒരു വിശ്വാസി അനിവാര്യമായും നേടിയെടുക്കേണ്ടതാണ്. അതില്ലാതെ പോയാൽ അത് അവന് നഷ്ടമുണ്ടാക്കും എന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സൂചനകൾ. യഹ്റമു ഇബ്നു ആദം യശുദ്ദു മിൻ ഇത്നാൻ. മനുഷ്യൻ അവൻ്റെ പ്രായമാകും തോറും അവന് രണ്ട് കാര്യങ്ങളിൽ അവൻ വല്ലാതെ അവൻ ആർത്തി ഉണ്ടായിക്കൊണ്ടിരിക്കും. അൽ ഹിർസു അലൽ മാൽ വൽ ഹിർസു അലൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ധനത്തോടുള്ള അവൻ്റെ അത്യാർത്തി, അതുപോലെ പ്രായം, ജീവിതം, അതുപോലെ ആയുസ് നീട്ടിക്കിട്ടാനുള്ള അവൻ്റെ അത്യാർത്തി. ഇത് രണ്ടും എന്തിനാ മനുഷ്യൻ ഇത് വെച്ചു പുലർത്തുന്നത് എന്ന് ചോദിച്ചാൽ ഇതിൻ്റെയൊക്കെ ആസ്വാദനത്തിൽ ജീവിക്കാൻ കഴിയണമെന്നുള്ള അങ്ങേയറ്റത്തെ ചിന്തയാണ് അത് അവനെ പിടികൂടുന്നത് എന്നതാണ്. എന്നാൽ യഥാർത്ഥ ജീവിതത്തെ ഖുർആൻ വരച്ചു കാണിക്കുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെയൊക്കെ അടിമപ്പെട്ട് ഇതിൻ്റെയൊക്കെ അടിമകളായി ഈ താല്പര്യങ്ങളുടെയും ജീവിത സൗഖ്യത്തിൻ്റെയൊക്കെ അടിമകളായി ഇങ്ങനെ മാറിയാൽ മതിയോ? അതല്ലെങ്കിൽ അതിനെത്രത്തോളം ശാശ്വതത്വമുണ്ട്, അതിനെത്രത്തോളം ഗൗരവമായി നമ്മൾ കാണേണ്ടതുണ്ട്. ഇന്നമൽ ഹയാത്തു ദുനിയ കമാഇൻ അൻസൽനാഹു മിനസ് സമാ ഫഖ്തലത ബിഹി നബാതുൽ അർദ്. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതൊക്കെയും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെയും ഈ ദുനിയാവിലുള്ളത് മുഴുക്കയും യഥാർത്ഥത്തിൽ അതെന്താ? അത് ഈ ജീവിതം എന്ന് പറയുന്നത് കമാഇൻ അൻസൽനാഹു മിനസ് സമാ, ആകാശത്ത് നിന്ന് അള്ളാഹു മഴയിറക്കിയതിന് പോലെയാണ്. ഫഖ്തലത ബിഹി നബാതുൽ അർദ്, എന്നിട്ട് ഇടകലർന്ന ഇടതൂർന്ന വൃക്ഷങ്ങളും സസ്യങ്ങളും പഴവർഗ്ഗങ്ങളും ഒക്കെ ഉണ്ടായി. മിമ്മാ യഅകുലുൻ നാസു വൽ അൻആം ഹത്താ ഇദാ അഖദത്തിൽ അർളു സുഖ്റുഫുഹാ വസയ്യനത്. അവിടെ നിന്ന് അതിൽ നിന്ന് കൈകനികളും ഫലവൃക്ഷങ്ങളും ഒക്കെ മനുഷ്യരും മൃഗങ്ങളും ഒക്കെ യഥേഷ്ടം ഉപയോഗിക്കുകയും ഭൂമി അതിൻ്റെ അലങ്കാരമണിയുകയും അഴകാർന്നതായി മാറുകയും ഒക്കെ ചെയ്തു. ഇതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു അവസ്ഥയിലാണ് മനുഷ്യൻ എപ്പോഴും ഉണ്ടാവുക. പക്ഷേ അതിനുശേഷം വലന്ന അഹ്ലുഹാ അന്നഹും ഖാദിറൂന അലൈഹാ, മനുഷ്യൻ അപ്പോൾ വിചാരിക്കുന്നത് ഇതിൻ്റെ ഒക്കെ ഭംഗി കണ്ടപ്പോൾ, സമ്പത്തിൻ്റെ ആസ്തിയും അതിൻ്റെ ആധിക്യവും കണ്ടപ്പോൾ, ഈ ഭൂമിയുടെ ഈ ഭംഗിയും പളപളപ്പും കണ്ടപ്പോൾ മനുഷ്യൻ വിചാരിക്കുന്നത് ഇതിലങ്ങോട്ട് മുഴുകി 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 അങ്ങോട്ട് ജീവിച്ചു പോകാം, ഇതെന്നെ സമാധാനപ്പെടുത്തുന്ന ഒന്നാണ് എന്നൊക്കെ അവൻ ചിന്തിക്കുകയും ചെയ്യും. പക്ഷേ അതാഹ അമ്രുന ലൈലൻ ഔ നഹാറ, അള്ളാന്റെ കൽപ്പന ചിലപ്പോൾ രാത്രിയോ പകലോ അങ്ങോട്ട് വരും. ഫജഅൽനാഹ ഹസീദൻ കഅൻ ലം തുഗ്ന ബിൽ അംസ്, എന്നിട്ട് അതൊക്കെയും മുഴുക്കയും നശിപ്പിച്ചുകൊണ്ട് പടച്ച തമ്പുരാൻ ഇന്നലെ അവിടെ അങ്ങനെ ഒരു കൃഷിയിടമില്ലാത്ത വിധം, ഇന്നലെ അവിടെ അങ്ങനെ ഒരു വീടില്ലാത്ത വിധം, ഇന്നലെ അവിടെ അങ്ങനെ ഒരു സംവിധാനമില്ലാത്ത വിധം അവന്റെ അധികാരത്തിന്റെയും ആസ്തിയുടെയും സംവിധാനങ്ങളെയും കോട്ടക്കൊത്തളങ്ങളെയും ഒന്നടങ്കം ഇന്നലെ അങ്ങനെ ഒരു സംവിധാനമേ ഇല്ലാത്ത വിധം തുടച്ചു കളയും പടച്ചവൻ എന്ന്. ഇതുപോലെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ ഈ ദുനിയാവിനെയും ഈ ദുനിയാവിൻ്റെ പ്രമത്തതയെയും ധനത്തെയും അതിൻ്റെ ആസ്തിയെയും ഒക്കെ കാണുകയും അതിൻ്റെ അടിമകളായി ജീവിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് എന്ന ചിന്ത മനുഷ്യനെ നന്നായി പഠിപ്പിക്കുകയാണ് ഖുർആൻ. മറ്റൊന്ന് അധികാരമാണ്. അധികാരത്തിൻ്റെ പ്രമത്തതയിൽ നിന്നുകൊണ്ട് മനുഷ്യൻ, നമ്മളൊക്കെ അധികാരികളാണ്, കുല്ലുക്കും റാ, ഈ അധികാരത്തിൻ്റെ പ്രമത്തതയിൽ നിന്നുകൊണ്ട് നമുക്ക് കീഴിലുള്ളവരെ നമ്മൾ അടക്കി ഭരിക്കുകയാണ്. ഇന്ന ഫിർഔന അലാ ഫിൽ അർദ്, ഖുർആൻ അതിന് നല്ല ഉദാഹരണമായിട്ടാണ് ഖാറൂനെയും ഫിർഔനെയും ഒക്കെ കാണിക്കുന്നത്. ധനത്തിന്റെ ആധിപത്യത്തിൽ ഖാറൂനെയും അധികാരത്തിന്റെ പ്രമത്തതയിൽ ഫിർഔനെയും പഠിപ്പിച്ചു തരികയാണ്. അവരൊക്കെ അലാ ഫിൽ അർദ്, ഈ ഭൂമിയിൽ അവരൊക്കെ അഹങ്കാരികളായി. എത്രത്തോളം? അന റബ്ബുക്കുമുൽ അഅല, ഞാനാ പടച്ചോൻ, ഈ ലോകം പടച്ച് പരിപാലിക്കുന്ന പടച്ചോനാ ഞാൻ എന്ന് പറയുന്ന വിധം അത്രത്തോളം അഹങ്കാരത്തിൽ, അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ ഈ അധികാരത്തെ ദുർവിനിയോഗം ചെയ്ത ഫിർഔനെ സൂചിപ്പിക്കുന്നുണ്ട്. എന്നിട്ടോ അവസാനം എന്താണ് ആക്കിയത് എന്ന് ഖുർആൻ നമുക്ക് ഒരു ചരിത്രമെന്നോണം കാണിച്ചു തന്നു. ഫല്യൗമ നുനജ്ജിക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. എടോ, നിന്റെ അധികാരത്തെ അതിനെ ദുർവിനിയോഗം ചെയ്തതുകൊണ്ട്, നിന്റെ അധികാരത്തിന് കീഴിൽ ആളുകളെ നീ അവരുടെ വിശ്വാസത്തെയും അവരുടെ ജീവിതക്രമത്തെയും നീ അടക്കി ഭരിച്ച് അവരെ അടിമകളാക്കി മാറ്റിയത് കൊണ്ട് ഇന്ന് നീ അനുഭവിക്കുന്ന യാഥാർത്ഥ്യം ജനങ്ങൾ പിൽക്കാലത്ത് കാണട്ടെ. നിന്റെ ശരീരത്തെ ഇന്ന് ഇതാ പിടിച്ചു വച്ചിരിക്കുന്നു. ജനങ്ങൾക്ക് ഒരു മാതൃകയാണോ, ജനങ്ങൾക്കത് കാണാൻ
ജനങ്ങൾക്ക് ഈ പാഠം ഉൾക്കൊള്ളാൻ ഇത്തരം അക്രമകാരികളെ എങ്ങനെയാണ് പടച്ചോൻ ഈ ദുനിയാവിലും നാളെ പരലോകത്തും പിടികൂടുക എന്നത് കാണിക്കാൻ നിന്റെ ശരീരത്തെ ഇതാ മാറ്റിവെച്ചിരിക്കുന്നു എന്ന് ഖുർആൻ ആ രീതിയിൽ ആ രൂപത്തെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചു തരുന്നു. മനുഷ്യൻ എത്തിപ്പെടുന്ന മേഖലകളിൽ അവൻ എന്ത് ഒരു ക്രമത്തിലാണ് ജീവിക്കേണ്ടത് എന്നതും മറ്റുള്ളവർക്ക് അവൻ നൽകേണ്ട കാര്യം എന്താണെന്നതും അവനെ പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആൻ. മാത്രമല്ല ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ വതുഇസ്സു മൻ തശാ. അല്ലാഹു ഖുർആൻ പറയുന്നത് ഈ രാജാധിപത്യം, അധികാരം, ഇതൊക്കെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ കാണേണ്ടത് എന്നത് ഖുർആൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹുവാണ് മാലിക്കൽ മുൽക്ക്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒന്നാണ്. രാജാധിപൻ, അധിപൻ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ തുഅ്തിൽ മുൽക മൻ തശാ, അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് ആധിപത്യം പടച്ചോൻ നൽകിക്കൊണ്ടിരിക്കും. അത് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടും. ആ അള്ളാഹു തരുന്നതാണ്, അള്ളാഹുവിന്റെ ഇച്ഛക്കനുസരിച്ച് നൽകുന്നതാണ്. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, അള്ളാഹ് ചില ആളുകളിൽ നിന്ന് അത് പിടിച്ചു മാറ്റുകയും ചെയ്യും. വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ, അതുപോലെ ആ അധികാരം കൊണ്ട് അള്ളാഹു ചില ആളുകളെ ഇസ്സത്തുള്ളവരാക്കി മാറ്റും, ചില ആളുകളെ ഏറ്റവും നിന്ദ്യരാക്കി മാറ്റുകയും ചെയ്യും. ബിയദികൽ ഖൈർ, എല്ലാ ഖൈറും പടച്ചോന്റെ അടുത്താണെന്നുള്ള ബോധം നിനക്കുണ്ടാവണം. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, പടച്ചോനെ നീയാണ് എല്ലാത്തിനും കഴിവുള്ളവൻ. ഈ ഒരു വിനയാന്വിതനായി ഈ രൂപത്തിൽ പടച്ച തമ്പുരാനെ ഉൾക്കൊണ്ട് ഞാൻ ഒന്നുമല്ല, എനിക്ക് കിട്ടിയതും ഒന്നുമല്ല, ഞാൻ ഈ നീ തന്നിട്ടുള്ള അനുഗ്രഹത്തെ അത് ഞാനായി മറ്റുള്ളവർക്ക് നിഷേധിക്കുന്നവനും ആവാത്ത ഒരു വിനയാന്വിതനായി ജീവിക്കാനുള്ള രൂപവും ക്രമവുമാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ ദിന ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലക്ക് സ്വാതന്ത്ര്യത്തെ എത്രത്തോളം വില ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകേണ്ടത്. സർവശക്തനായ അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. മനുഷ്യൻ തൻ്റെ ഇച്ഛക്കനുസരിച്ച്, ദേഹേച്ഛക്കനുസരിച്ച് ജീവിക്കുന്നു എന്നത് മറ്റൊരു പ്രധാന വിഷയമാണ്. യഥാർത്ഥത്തിൽ അവൻ ഇച്ഛയുടെ അടിമയാണ്. അവൻ തനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യുക, തനിക്കിഷ്ടമുള്ളതൊക്കെ പ്രവർത്തിക്കുക, തനിക്കിഷ്ടമുള്ളിടത്തൊക്കെ പോവുക, തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തുകൊണ്ട് ഈ ദുനിയാവിന് ആസ്വദിക്കുക എന്നത് യഥാർത്ഥത്തിൽ സിന, വ്യഭിചാരം, വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല, വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചു. സിനയിലേക്ക്, വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുത്തു പോകരുത്. അത് ഏറ്റവും മോശപ്പെട്ട വഴിയാണ്. അതിൻ്റെ ഗൗരവം അത് വൻ പാപമായി പടച്ച തമ്പുരാൻ എണ്ണിയതാണ്. തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് സിനയിലേക്ക് പോകാൻ പാടില്ല. മറ്റൊന്ന്, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ, കള്ളും അതുപോലെ ലഹരി ഉണ്ടാക്കുന്നതെല്ലാം, അത്തരത്തിലുള്ള പ്രവണതകൾ, ഇതൊക്കെ അമലു ശൈത്താൻ, പൈശാചിക പ്രവണതകളാണ്. അതുകൊണ്ട് മാറി നിൽക്കണം എന്നത്. യഥാർത്ഥത്തിൽ ഇത്തരം മനുഷ്യന് തോന്നുന്നതൊക്കെ ചെയ്തുകൊണ്ട് ലഹരിയിൽ ഉന്മാദം വെച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ യഥാർത്ഥത്തിൽ സ്വതന്ത്രനായിട്ടില്ല എന്നതാണ്. അവൻ്റെ സ്വാതന്ത്ര്യം അവൻ ഇത്തരം പല താല്പര്യങ്ങൾക്കും പിന്നിൽ അവൻ്റെ ജീവിതത്തെ അവൻ അടിമപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. യഥാർത്ഥത്തിൽ ഖുർആൻ പറയുന്നത് ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനഹുൽ അദാവത ബിൽ അദാബതി വൽ ബഗ്ദാ. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ തോന്യാസങ്ങൾ, ഈ പറഞ്ഞ ലഹരികൾ, ഇതിൻ്റെയൊക്കെ പിന്നാലെ നിങ്ങൾ പോകുന്നത് നിങ്ങൾക്കിടയിൽ വിദ്വേഷവും വെറുപ്പും പകയും ഒക്കെ ഉണ്ടാക്കി പരസ്പരം കലഹിച്ച് ഇല്ലായ്മ ചെയ്യാനാണ്. അതുകൊണ്ട് ഫജ്തനിബൂഹു, നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട് എന്ന് ഖുർആൻ. മാത്രമല്ല, പടച്ച തമ്പുരാനെ ഓർക്കുന്നതിൽ നിന്ന് നിങ്ങളെ അത് തടയുകയും ചെയ്യുന്നു എന്നത്. യഥാർത്ഥത്തിൽ ഇത്തരം തിന്മകളിൽ നിന്ന് ഒരു മനുഷ്യൻ മാറി നിൽക്കണമെങ്കിൽ, നമുക്കറിയാം ഇന്ന് നമ്മുടെ നാട് ഈ ലഹരിക്കെതിരെയും ഇത്തരം തിന്മകൾക്കെതിരെയും ഒക്കെ കൃത്യമായും പോരാടിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭരണകൂടം അതിന് കൃത്യമായ പ്രവൃത്തികളും അതിൻ്റെ ഏറ്റവും നല്ല നല്ല രീതിയിലൂടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അതിനപ്പുറം ഒന്നുകൂടെ കൂട്ടിച്ചേർക്കേണ്ടതും നാം ശ്രദ്ധിക്കേണ്ടതും, യഥാർത്ഥത്തിൽ ഇത് ഇല്ലായ്മ ചെയ്യാൻ, ഇത്തരം തിന്മകളിൽ നിന്ന് മനുഷ്യനെ പിന്നോട്ട് വലിക്കാൻ യഥാർത്ഥത്തിൽ അവൻ്റെ ഉള്ളിൽ സിട്ടാവായ പടച്ചവനെക്കുറിച്ചുള്ള ബോധം അതൊന്നുണ്ടാവുകയും നാളെ പരലോകം ഉണ്ടാകുമെന്നതും അവിടെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നതും, അവിടെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ രക്ഷപ്പെടണമെങ്കിൽ ഈ ലോക ജീവിതത്തിൽ ഞാൻ ശ്രദ്ധ പതിപ്പിച്ചേ മതിയാകൂ എന്നതും, ഫമയ്യഅമൽ മിസ്കാല
ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. ഈ ദുനിയാവിൽ ഒരു അണുത്തൂക്കം നന്മ ചെയ്താൽ അത് നാളെ പരലോകത്ത് കാണുമെന്നതും, ഈ ദുനിയാവിൽ അണുത്തൂക്കം തിന്മ ചെയ്താൽ അതും പരലോകത്ത് കാണുമെന്നതും, നാളെ ഗ്രന്ഥം തരുമ്പോൾ വവുദി അൽ കിതാബ്, നമ്മുടെ കയ്യിൽ പുസ്തകം തരുമ്പോൾ, നമ്മുടെ പ്രവർത്തനത്തെ കുറിച്ച് വിലയിരുത്തുമ്പോൾ അവിടെ മാലി ഹാദൽ കിതാബ്, വല്ലാത്തൊരു വിലയിരുത്തലാണെന്ന് കൈകടിക്കുന്ന, ഖേദിക്കുന്ന, മാത്രമല്ല നമ്മുടെ കൈയൊക്കെ അവിടെ കൈകെട്ടിക്കൊണ്ട്, നമ്മുടെ കൈകാലുകൾ സംസാരിച്ചുകൊണ്ട്, നാവിനെ പിടിച്ചു വെച്ചുകൊണ്ട്, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുന ഐദീഹിം വതശ്ഹദു അർജുലഹും ബിമാ കാനൂ യക്സിബൂൻ. നാവിന് സംസാരശേഷി നഷ്ടപ്പെടുത്തി കൈകാലുകൾ സാക്ഷി പറയുന്ന, പടച്ചവനെ ഇന്ന ഇന്ന തിന്മകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് കാലുകളും കൈകളും സാക്ഷി പറയുന്ന ഒരു ദുരന്തം നാളെ എന്നെ പിടികൂടാനുണ്ട് എന്ന ബോധത്തിൽ നിന്നുകൊണ്ട് മാറി നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത്തരം തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും. അതുകൊണ്ട് ഏതൊക്കെ തിന്മകളാണോ, ഏതൊക്കെ അവസ്ഥകളാണോ, ഏതൊക്കെ ദേഹേച്ഛകളാണോ ഒരു മനുഷ്യനെ പിടികൂടുന്നത്, അതിൻ്റെയൊക്കെ അടിമകളായി അവൻ കഴിയുന്നത്, അത് അവന് തീർത്തും ഈ ലോകവും പരലോകവും നഷ്ടപ്പെടുത്തുമെന്ന ചിന്ത യഥാർത്ഥത്തിൽ ഓരോ മനുഷ്യനും ഉണ്ടാവുക എന്നതാണ് നമ്മൾ സ്വതന്ത്രരാണ് എന്ന് പരിപൂർണമായി പറയാൻ നമുക്ക് കഴിയുക. ആ രൂപത്തിൽ, ആ രീതിയിൽ ഏറ്റവും നല്ല രൂപത്തിൽ ജീവിച്ച് മരിച്ചു പോകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ സ്വാതന്ത്ര്യവും സമാധാനവും ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതൊക്കെ രീതിയിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുന്ന ആളുകളുണ്ടോ അവർക്കൊക്കെയും ശാശ്വതവും സമാധാനവുമായ ജീവിതം, റാഹത്തുള്ള ജീവിതവും നൽകി പടച്ചതമ്പുരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ വന്നുപോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും റഹ്മാനായ അള്ളാഹു നമുക്കൊക്കെയും പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിൽ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഈ ലോകത്ത് വിശ്വാസികളായി ഇസ്സത്തോടെ അഭിമാനത്തോടെ ജീവിക്കുവാൻ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെയൊക്കെ ചുറ്റിനുമുണ്ട്. റഹ്മാനെ, അവർക്കൊക്കെയും സമാധാനത്തോടെ നിന്റെ വിശ്വാസം പുൽകിക്കൊണ്ട് ജീവിച്ച് മരിച്ചു പോകാനുള്ള തൗഫീക്ക് അവർക്കും ഞങ്ങൾക്കും നീ പ്രദാനം ചെയ്യണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ലിൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. والسلام عليكم ورحمة الله.